എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജഡ്ജസ് മസ്റ്റ് ഹാവ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു പക്ഷേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം. എന്താണെങ്കിലും എന്താണ് ഈ ടോപ്പിക്കിൽ പറയുന്നത് നോക്കാം. ചാണക്യൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ സമൂഹത്തിലെ ന്യായാധിപന്മാർ, ജഡ്ജസ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം എടുക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം അവരെടുക്കുന്ന തീരുമാനത്തിനെ ആശ്രയിച്ചാണ് മുന്നോട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുക. അപ്പം വളരെയധികം മുന്നോട്ട് തന്നെ അവർക്ക് ഭാവിയിലേക്ക് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ ന്യായാധിപന്മാർ. അപ്പം ചാണക്യന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ഒരു സീരീസിൽ മൂന്നാമത്തെ ഒരു പുസ്തകത്തിൽ ധർമ്മസ്ഥിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ പറയുന്നത് വേറൊന്നുമല്ല, ഒരു ന്യായാധിപനെ, ഒരു രാജകൊട്ടാരത്തിലേക്ക് ഒരു ന്യായാധിപനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഒരു ന്യായാധിപൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം എന്നൊന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരു സമൂഹത്തിലാണെങ്കിലും, ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. ആ വ്യക്തികൾക്ക് നല്ല ധാർമ്മിക മൂല്യം വേണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ന്യായാധിപന്മാരുടെ അടുത്ത് പലതരത്തിലുള്ള കേസുകളായിരിക്കും വരുന്നത്. ഒരു ചെറിയൊരു മോഷണ കേസായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേസായിരിക്കാം. അപ്പം ഈ ഒരു ന്യായാധിപൻ എന്ന് പറയുന്നത് ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. അയാൾക്കും ഒരു ജീവിതമുണ്ട്, അയാൾക്കും ഒരു കുടുംബമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് ന്യായം എവിടെയാണോ ആ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ആയിരിക്കണം ന്യായാധിപൻ എന്ന് പറയുന്നത്. ഇത് ഒരു ന്യായാധിപന് മാത്രമല്ല, ജഡ്ജിന് മാത്രമല്ല, നമുക്കും ഒരു പക്ഷേ ജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം ആളല്ലേ ചെയ്തത്, കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം അതിനെ കണ്ണടച്ച് മറന്നേക്കും. പക്ഷെ അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് ന്യായമല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാനോ ഉള്ള അർഹതയും തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ട് നിന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയും ഒരു ന്യായാധിപൻ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ പല സമയത്ത് നമുക്കിങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഓർക്കുക, നിഷ്പക്ഷമായിട്ട് നമുക്ക് നിന്ന് ന്യൂട്രലായിട്ട് മറ്റൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരെടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാനും നമ്മളെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനും സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.